ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മളിന്ന് ധ്യാനിക്കുക. ഈശോ തളർവാത രോഗിയെ സുഖപ്പെടുത്തുന്ന രംഗം. ഈ സുവിശേഷത്തിൻ്റെ ആദ്യത്തിൽ നമ്മൾ വായിക്കുന്നു, യേശു കഫർനാമിൽ തിരിച്ചെത്തിയപ്പോൾ അവൻ വീട്ടിലുണ്ടെന്നുള്ള വാർത്ത പ്രചരിക്കുന്നു, ജനങ്ങൾക്ക് ഓടിക്കൂടുകയാണ്. ഇത് 1-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ പറയുന്നത് പോലെ ശിമയോൻ്റെയും അന്ത്രയോസിൻ്റെയും ഭവനമായിരിക്കണം. യേശു അവിടെയുണ്ട്, അവൻ വീട്ടിലുണ്ട് എന്നുള്ള ആ ഒരു പ്രഖ്യാപനം സുവിശേഷകൻ അതാണ് 1-ാമത്തെ വാക്യത്തിൽ തന്നെ നൽകുന്നത്. അവൻ വീട്ടിലുണ്ട് എന്നുള്ള വാർത്ത എല്ലായിടത്തും പ്രചരിക്കുകയാണ്. ജനങ്ങൾ വാതിൽക്കൽ പോലും നിൽക്കാൻ സ്ഥലം തികയാത്ത വിധം നിരവധി ആളുകൾ അവിടേക്ക് ഓടിക്കൂടുന്നു. ഇത് വായിക്കുമ്പോൾ അവൻ വീട്ടിലുണ്ട് എന്നുള്ളത് ഒരു ആപ്തവാക്യമായിട്ട് സുവിശേഷകൻ മർക്കോസ് സുവിശേഷകൻ നമ്മോട് പറയുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. യേശു വീട്ടിലുണ്ടോ? ഇതാണ് ഏറ്റവും വലിയ ചോദ്യം. കർത്താവ് വീട്ടിലുണ്ടെങ്കിൽ നിൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾ, ദുരിതങ്ങൾ, രോഗങ്ങൾ അതെല്ലാം കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ സഹിക്കാനായിട്ട് നിനക്ക് ശക്തി കിട്ടും. ഏതെല്ലാം തരത്തിലുള്ള ബാധകളും ഉപദ്രവങ്ങളും ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിഞ്ഞു മാറും. അപ്പോൾ യേശു വീട്ടിലുണ്ടോ, നിൻ്റെ ഭവനത്തിലുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. ഒപ്പം തന്നെ നമ്മളവിടെ കാണുന്നു, പടിവാതിൽക്കൽ നിന്നുകൊണ്ട് വളരെയധികം പേര് യേശുവിനെ കാണാൻ സാധിക്കാത്ത വിധത്തിൽ മറ്റുള്ളവർക്ക് ബ്ലോക്കാകുന്ന ഒരു രംഗം കൂടി നമ്മൾ കാണുന്നുണ്ട്. അറിഞ്ഞോ അറിയാതെയോ അവരെ ആ വാതിൽക്കൽ നിന്നുകൊണ്ട് മറ്റുള്ളവരകത്തേക്ക് കയറ്റി വിടാതിരിക്കുകയാണ്. തിരക്കിൻ്റെ ഇടയിലും അത്യാവശ്യക്കാരെ പരിഗണിക്കാൻ പോലും ആ വാതിൽക്കൽ നിൽക്കുന്നവർക്ക് സാധിക്കുന്നില്ല. അതുപോലെ തന്നെ മറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, യേശു നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നു, യേശുവിൻ്റെ പക്കലേക്ക് നീ വരാൻ യേശു ആഗ്രഹിക്കുന്നു, പക്ഷെ നീ കടന്നു വരുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും ചോദ്യം. ഏത് മാർഗവും അല്ലെങ്കിൽ വലിയ തീക്ഷ്ണതയോടെ ആഗ്രഹത്തോടെ ഈശോയെ കാണാൻ ആ തളർവാത രോഗിയും കൂട്ടുകാരും ശ്രമിച്ചതുപോലെ ഈശോയെ കാണണമെന്നുള്ള വലിയൊരു ആഗ്രഹവും നിർബന്ധവും നിനക്കുണ്ടോ എന്നുള്ളത് കൂടി ഈ സുവിശേഷം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കടന്നു വരുന്ന ആദ്യത്തെ ചിന്തയാണ്. രണ്ടാമത് നമ്മൾ ചിന്തിക്കുക, യേശു തളർവാത രോഗിയെ സുഖപ്പെടുത്തുമ്പോൾ പറയുന്ന കാര്യങ്ങളാണ്. ഏതാണ് എളുപ്പം? നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതാണോ, അതോ നിന്നെ കിടക്കയും എടുത്ത് നടക്കുക എന്ന് പറയുന്നതാണോ? പാപങ്ങൾ ക്ഷമിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ആന്തരികമായൊരു കാര്യമാണ്. അതിന് വേറെ പ്രൂഫൊന്നും ആവശ്യമില്ല, അത് പറയാൻ എളുപ്പമാണ്. എന്നാൽ കിടക്കയും എടുത്ത് നടക്കുക എന്ന് പറഞ്ഞ് അവനെ സുഖപ്പെടുത്തണമെങ്കിൽ അതിന് ദൈവിക ശക്തി തീർച്ചയായിട്ടും വേണം. അപ്പോൾ താൻ ദൈവമാണെന്നും പാപങ്ങൾ ക്ഷമിക്കാൻ സാധിക്കുമെന്നും അധികാരമുണ്ടെന്നും ജനങ്ങളെ പഠിപ്പിക്കുന്നതിനുള്ള ഒരു പ്രൂഫായിട്ട് ഈശോ ഈ അത്ഭുതം ഉപയോഗിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. അതോടൊപ്പം തന്നെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന മറ്റൊരു വലിയ കാര്യം കൂടിയുണ്ട്. നിൻ്റെ ആത്മാവിൻ്റെ സൗഖ്യം സുപ്രധാനമാണ്. ആത്മാവിൻ്റെ സൗഖ്യമുണ്ടെങ്കിൽ ശാരീരികമായ സൗഖ്യവും സുസ്ഥിതിയും ഉണ്ടാകൂ എന്നുകൂടി പഠിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും നമുക്ക് ബാഹ്യമായ അല്ലെങ്കിൽ ഭൗതികമായ ശാരീരികമായ സൗഖ്യവും ശ്രേയസ്സും സുസ്ഥിതിയൊക്കെ മതി. അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. ആത്മാവിൻ്റെ കാര്യത്തിലേക്ക്, ആധ്യാത്മിക ജീവിതത്തിൻ്റെ മേഖലയിലേക്ക് കടന്നു വരാൻ പലർക്കും സാധിക്കുന്നില്ല എന്നുള്ളത് കൂടി നമ്മൾ ഈ അവസരത്തിൽ ചിന്തിക്കുന്നത് നല്ലതാണ്. മൂന്നാമത് നമ്മൾ കാണുക ആ സമൂഹത്തിൻ്റെ വിശ്വാസമാണ്. തളർവാത രോഗിയുടെ കൂട്ടുകാരാണല്ലോ തളർവാത രോഗിയെ കൊണ്ടുവന്നത്. അവരുടെ വിശ്വാസം നമുക്ക് മാതൃകയാണ്. ഒപ്പം തന്നെ ഈശോ ഈ മനുഷ്യനെ സുഖപ്പെടുത്തി ആ സമൂഹത്തിലേക്ക് അയക്കുകയാണ്. അവരൊക്കെ അദ്ദേഹത്തെ സൗഖ്യപ്പെട്ടവനായി സ്വീകരിക്കുന്നുണ്ട്. കാരണം എല്ലാവരും, ഭൂരിഭാഗം പേരും ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം യേശു ദൈവമാണ്, യേശു പാപങ്ങൾ ക്ഷമിച്ചു എന്നുള്ളത് അവരൊക്കെ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഈ
സ്വന്തം സമൂഹത്തിലേക്ക് സ്വീകരിക്കപ്പെടുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ അവിടെ കുറച്ച് പേര് അപ്പോഴും സംശയത്തിൻ്റെ ആ ഒരു നിഴലിൽ, ആ സംശയത്തിൻ്റെ ഒരു നിറവിൽ തന്നെയാണ് നിൽക്കുന്നത്. യേശു ദൈവദൂഷണം പറയുന്നു എന്നാണ് ചിലരൊക്കെ ചിന്തിക്കുന്നത്. അവരുടെ ചിന്ത അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. എന്താണ് അവിടെ വലിയ പ്രശ്നമായിട്ട് മാറുന്നത്? നമുക്കറിയാം, യഹൂദന്മാർ, അതിൽ പ്രത്യേകിച്ചും ചില നിയമജ്ഞരും ഫരിസേയരും സ്വന്തം താല്പര്യങ്ങളിൽ മാത്രം, സ്വന്തം ലോകത്ത് മാത്രം ജീവിച്ചു. ആത്മരതി എന്നോ അല്ലെങ്കിൽ അമിതമായ സ്വയം സ്നേഹമെന്നോ ഒക്കെ പറയാവുന്ന നാർസിസിസം, അതാണ് അവരെ പിടികൂടിയത്. തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അപ്പുറത്തേക്ക് ഒന്നും ചിന്തിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. തങ്ങളെ തന്നെ അവർ സ്നേഹിക്കുന്നു. തങ്ങളുടെ തന്നെ പ്രമാണങ്ങളെ അല്പം പോലും ആത്മവിചിന്തനമില്ലാതെ, വിശകലനമില്ലാതെ, വിമർശനമില്ലാതെ അവർ എല്ലാം അതുപോലെ സ്വീകരിച്ച് മുന്നോട്ട് പോയപ്പോൾ യേശുവിലെ നന്മ കാണാൻ സാധിക്കുന്നില്ല, മറ്റവർക്കുണ്ടാകുന്ന സൗഖ്യം കാണാൻ സാധിക്കുന്നില്ല. അങ്ങനെ അവർ കണ്ണുകൾ അടച്ചു കളയുന്നു, തിരസ്കൃതരാകുകയാണ്, ദൈവത്തിൻ്റെ കൃപയിൽ നിന്ന് ബഹിഷ്കൃതരാകുകയാണ്. അപ്പം അതും നമുക്കൊരു വലിയ പാഠമാണ്. നമ്മുടെ ജീവിതത്തെ മാത്രം നോക്കി നിൽക്കുന്നവരാണോ നമ്മൾ? അതോ ദൈവം ഇടപെടുന്ന രംഗങ്ങൾ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ആ വലിയ പ്രകാശം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ എന്നുകൂടി നമ്മളിന്ന് വിലയിരുത്തുക. യേശുവിൽ കരഗതമാകുന്ന സൗഖ്യവും അനുരഞ്ജനവുമാണ് ലേഖനത്തിൽ ശ്ലീഹ പറയുക. കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 12 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിക്കുക. അതിൽ തന്നെ 19-ാം വാക്യം ഇപ്രകാരമാണല്ലോ: അവനിൽ സർവ്വസമ്പൂർണതയും നിവസിക്കണമെന്ന് ദൈവം തീരുമാനിച്ചു. സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. ഈ അനുരഞ്ജനം, അതിൻ്റെ ഫലമാണ് സൗഖ്യം. അപ്പോൾ ഇതാണ് യേശു നേടിത്തന്നത്. യേശുവിൽ നമുക്ക് ലഭിക്കുന്ന പൂർണ്ണമായ സൗഖ്യത്തെ പറ്റിയാണ് ലേഖനം നമ്മോട് പറയുക. അപ്പോൾ ഇത് ഇന്നത്തെ സുവിശേഷവും ലേഖനവും നമുക്ക് വായിച്ച് പ്രത്യേകമായി ഈ ചിന്തകളെല്ലാം മനസ്സിൽ കൊണ്ടുവരാം. യേശു നമ്മുടെ ഭവനത്തിലുണ്ടെങ്കിൽ പൂർണ്ണമായി നമുക്ക് ശാന്തിയും സൗഖ്യവുമുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ആന്തരിക സൗഖ്യത്തിന് തീർച്ചയായിട്ടും നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. യേശു നൽകുന്ന കൃപയും രക്ഷയും അനുരഞ്ജനവും ഒക്കെ നമ്മൾ കാണാതെ പോകരുത്. നമുക്ക് വേണ്ടിയിട്ടാണ്. അതിനെതിരെ കണ്ണടച്ച് അല്ലെങ്കിൽ ജീവിതം തിരിച്ച് നിൽക്കരുത് എന്നുകൂടി കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. വചനം കേട്ട് ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.